Hi and welcome to the new video on industrial instrumentation and automation. Next, we have the fabrication process that is used in MEMS systems. Okay, so MEMS fabrication process ആണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ച്വലി മൈക്രോ മെഷീനിങ് ടെക്നിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിന് മുന്നേ ബേസിക്സ് ഓഫ് ഫാബ്രിക്കേഷൻ അറിയാൻ്റെ മൈക്രോ മെഷീനിങ് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ഹിയർ ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ബേസിക് ഫാബ്രിക്കേഷൻ ടെക്നിക്സ് ദാറ്റ് ആർ ഇൻ യൂസ്. അപ്പോൾ ബേസിക് ഫാബ്രിക്കേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക് IC ഫാബ്രിക്കേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ fabrication processes. The fabrication of MEMS devices is done using conventional integrated circuit fabrication techniques like lithography, deposition, etching along with different micro machining techniques. Okay, so conventional ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ലിത്തോഗ്രഫി, ഡിപ്പോസിഷൻ, എച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലസ് മൈക്രോ മെഷീനിങ്ങും കൂടിയും ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അത് ഏതിൻ്റെ മെംസിൻ്റെ ആയിട്ടുള്ള specific ആയിട്ടുള്ള കാര്യങ്ങളാണ്. So while the conventional techniques are used to obtain two-dimensional structures, micro machining techniques enable extension to three-dimensional structures. So micro machining ഇതിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് 3-dimensional ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. And all MEMS or micro fabrication device fabrication commences with the growth of thin flat material known as a substrate on which the whole structure is created. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്ട്രേറ്റ് ഫ്ലാറ്റ് മെറ്റീരിയൽ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അതിൻ്റെ മുകളിലാണ് ബാക്കിയെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ഏറ്റവും അടിയിൽ കിടക്കുന്ന സാധനം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ എലമെന്റ് എന്ന് പറഞ്ഞ ഒരു സബ്സ്ട്രേറ്റ് ആണ്, ഓൺ വിച്ച് ദ ഹോൾ സ്ട്രക്ചർ ഈസ് ക്രിയേറ്റഡ്. And while crystalline silicon, owing to its low cost and high availability, is the foremost choice for MEMS substrate, other materials like quartz, glass, ceramics, polymers, etc. are also used. So crystalline silicon തന്നെയാണ് commonly used ആയിട്ടുള്ളത്. പ്ലസ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഇതിനെ ക്രിസ്റ്റലൈൻ സിലിക്കൺ ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി കൂടുതലാണ്, അതേപോലെ തന്നെ കോസ്റ്റും വളരെ കുറവാണ്. ഓക്കെ, അഗൈൻ അതർ മെറ്റീരിയൽസ് ലൈക്ക് ക്വാർട്സ്, ഗ്ലാസ്, സെറാമിക്സ്, പോളിമേഴ്സ് അതൊക്കെയും അവൈലബിൾ ആണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് പറയാവുന്നത്. IC ഫാബ്രിക്കേഷൻ്റെ ഏറ്റവും ബേസിക് സിമ്പിൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള മൈക്രോ മെഷീനിങ് വരുന്നുണ്ട്, അത് മെംസിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു ഇതിൽ പറയാം. ഇത് ബേസിക് പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് പോവാം. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഡെപ്പോസിഷൻ വരുന്നുണ്ട്, ദെൻ പാറ്റേണിങ് വരുന്നുണ്ട്, എച്ചിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലത്തെ 3 പ്രോസസ്സുകൾ ഉള്ള രീതിക്ക് പറയാം. ഇപ്പോൾ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ വൈറ്റിൽ കാണുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സബ്സ്ട്രേറ്റിന് മുകളിലൊരു തിൻ ഫിലിം കൊടുന്ന് വെച്ചു, പിന്നെ പിന്നെ ഒരു ഫോട്ടോ റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ പല മെത്തേഡുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ടാക്സി, ഓക്സിഡേഷൻ, ഫിൽറ്ററിങ്, CVD, സ്പിന്നോർ മെത്തേഡ്, സോൾ ജെൽ, അപ്പോൾ അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇത് ആണ് ഫസ്റ്റത്തെ സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ റെസിസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൊടുന്ന് വെച്ചു. അടുത്തത് പാറ്റേണിങ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് ഒഴിവാക്കി കളയാം. അപ്പോൾ അത് ഫോട്ടോ റെസിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ കടത്തിവിടാത്തതും ആ ഒരു രണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ എന്താ പറയുക ലിത്തോഗ്രാഫി എന്നാണ് പറയുക. അപ്പോൾ അത് തന്നെ ഒപ്റ്റിക്കൽ ലിത്തോഗ്രാഫിൻ്റെ ഡബിൾ സൈഡ് ലിത്തോഗ്രാഫി ഒക്കെ ഉണ്ട്. തൽക്കാലം അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പാറ്റേൺ പ്രോപ്പർ ആയിട്ടുള്ള പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക ഇതിൽ കൂടെ നമ്മുടെ ഈ ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ കൂടെ. അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് ആ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തൊരു സ്റ്റേജിൽ ഇത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊണ്ടുവരിക എന്നാണ് പറയുക. അപ്പോൾ അതിനാണ് എച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ പാറ്റേൺ ഇത് താഴേക്ക് ഇറങ്ങി നമ്മളുടെ എവിടേക്ക് എത്തി, സബ്സ്ട്രേറ്റിലോട്ട് എത്തി. അപ്പോൾ അത് വെറ്റ് ഐസോട്രോപിക് എച്ചിങ് ഉണ്ട്, ഡ്രൈ എച്ചിങ് ഉണ്ട്, അതിൽ തന്നെ ഐസോട്രോപ്പിക് ഉണ്ട്, അനൈസോട്രോപ്പിക് ഉണ്ട്, പ്ലാസ്മ എച്ചിങ്, അങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ 3 എന്ന് പറഞ്ഞാൽ. ഒന്ന് ഡെപ്പോസിഷനാണ്, ദെൻ പാറ്റേണിങ്, ദെൻ എച്ചിങ്. ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ട്രേറ്റിന് മുകളിൽ ഫിലിം ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. പാറ്റേണിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്, അതിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി എടുക്കുന്നതാണ് എച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. So first is the deposition. So this involves deposition of thin film of materials on silicon substrate. ഇപ്പോൾ ആദ്യത്തെ ആ വൈറ്റ് സിലിക്കൺ സബ്സ്ട്രേറ്റിന് മുകളിൽ ഈ തിൻ ഫിലിം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് എന്ത് പറയുന്നത്, ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. It can be chemical deposition or physical deposition. So chemical deposition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this involves creation of solid materials from chemical reactions in gas and or liquid compositions either directly or with the substrate material. അപ്പോൾ ഒന്നെങ്കിൽ ഡയറക്റ്റ് കെമിക്കൽ റിയാക്ഷൻ കാരണം സബ്സ്ട്രേറ്റിന് മുകളിൽ ഡെപ്പോസിറ്റ് വരാം, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിനായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തി അതിൻ്റെ മുകളിലൊരു ഫിലിം ഉണ്ടാക്കുന്നതാണ്.
ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡ് തെർമൽ ഗ്രോത്ത്, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, ഇലക്ട്രോ ഡെപ്പോസിഷൻ, എപ്പിടാക്സി, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ദെൻ physical deposition. So this involves physically moving the substance to be deposited on the substrate. അപ്പോൾ ഫിസിക്കലി അത് അവിടെ കൊടുന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ്, മറ്റേത് കെമിക്കൽ റിയാക്ഷൻ കാരണം നേരെ കൊടുന്ന് വെക്കുന്നതിനാണ് ഫിസിക്കൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. സോ വേപ്പർ ഡെപ്പോസിഷൻ ആവാം, കണ്ടൻസേഷൻ ഓഫ് വേപ്പേഴ്സ്, സോ നേരെ അതിന് മുഴുവൊന്നുമില്ല. ദെൻ കാസ്റ്റിംഗ് ആയിരിക്കാം. സോ നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡെപ്പോസിഷൻ പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു, ഫിലിം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അടുത്ത് വരുന്നത് പാറ്റേണിംഗ് ആണ്. പാറ്റേണിംഗ് അല്ലെങ്കിൽ ലിതോഗ്രഫി എന്ന് പറയും. ലിതോഗ്രഫി ലൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് പാറ്റേൺസ് ഓൺ എ കെമിക്കലി റെസിസ്റ്റൻറ്റ് പോളിമർ വിച്ച് ഈസ് ഡെപ്പോസിറ്റ് ഓൺ ദ സബ്സ്ട്രേറ്റ്. സോ നമ്മൾ ഈ ഇതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഫിലിം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പാറ്റേൺ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. സോ ദീസ് പാറ്റേൺസ് ആർ ദെൻ ട്രാൻസ്ഫർ ടു ദ ബേസ് ഓർ സബ്സ്ട്രേറ്റ് ലെയർ അക്കോർഡിംഗ്ലി. ഇതാണ് നമ്മൾ പറഞ്ഞ അടുത്ത സ്റ്റേജിൽ താഴോട്ട് ഇറക്കും എച്ചിങ് എന്നുള്ളതിൽ. സോ എന്താ പറയുക, അപ്പോൾ ഫോട്ടോ ലിത്തോഗ്രഫി വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് ലിത്തോഗ്രഫി ഇൻക്ലൂഡ്സ് ഫോട്ടോ ലിത്തോഗ്രഫി. ഇപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഫോട്ടോ ലിത്തോഗ്രഫിയാണ്. സോ എ ട്രാൻസ്പാരൻറ്റ് ഫോട്ടോ മാസ്ക് കോട്ടഡ് വിത്ത് ഒപ്പാക് പാറ്റേൺ ഈസ് പ്ലേസ്ഡ് ഇൻ കോൺടാക്ട് വിത്ത് ദ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. ഇപ്പോൾ ഇതാണ് നമ്മുടെ എന്താ ഫോട്ടോ റെസിസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ മാസ്ക് കൊടുത്തിരിക്കുന്നത്. മാസ്കിന് നമുക്ക് ഒപ്പാക്കും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള റീജിയൻസ് മാറി മാറി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ആവശ്യമുള്ള പാറ്റേണിനനുസരിച്ചാണ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. It is exposed to ultraviolet radiations. ലൈറ്റിൻ്റെ അൾട്രാവയലറ്റ് റേഡിയേഷൻസിനായിരിക്കാം ഓഫ് പെർട്ടിക്കുലർ വേവ് ലെങ്തിനോട് ഉദ്ദേശിച്ച് അതാണ് കോസിങ് ഐദർ സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ദ ഫോട്ടോ റെസിസ്റ്റ്. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസാണ് നടക്കുന്നത്. ഒന്നെങ്കിൽ ഫോട്ടോ റെസിസ്റ്റിൻ്റെ പോർഷനെ സ്ട്രെങ്തൻ ചെയ്യാം, അല്ലെങ്കിൽ വീക്കൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ രീതിക്ക് നമുക്ക് നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റും പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റും പറയാം. അപ്പോൾ ഇതിലനുസരിച്ചാകുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള റീജിയൻ മാത്രം നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഒപ്പേക്ക് ആയിട്ടുള്ള കട്ടായി പോകും, അതാണ് ബ്ലാക്ക് കട്ടായി പോകും. നേരെ തിരിച്ചാണെങ്കിൽ ബ്ലാക്കിൻ്റെ പോർഷൻ മാത്രം അവിടെ നിൽക്കും, മറ്റേത് കട്ടായി പോകും. അപ്പോൾ അതൊരു പാറ്റേൺ ആണ് അങ്ങനെ ക്രിയേറ്റ് ആവുന്നത്. വീക്കനിങ് ഓഫ് ദ ഫോട്ടോ റെസിസ്റ്റ് ആൻഡ് ട്രാൻസ്ഫറിങ് ഓഫ് ദ പാറ്റേൺ ടു ദ ഓർഗാനിക് ലെയർ. അപ്പോൾ ആ പാറ്റേൺ അവിടേക്ക് എത്തി. ഓക്കെ. പിന്നെ ഡബിൾ സൈഡഡ് ലിത്തോഗ്രഫി, ഗ്രേ സ്കെയിൽ ലിത്തോഗ്രഫി ഒക്കെ വേറെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് സിമ്പിൾ ഫോട്ടോ ലിത്തോഗ്രഫി പറഞ്ഞതാണ്. ഓക്കെ. ഇത് താഴേക്ക് എച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ പാറ്റേൺ എങ്ങോട്ട് എത്തിക്കാം, നമുക്ക് അടിയിലേക്ക് ഇറക്കാം. ഇതാണ് ലിത്തോഗ്രഫി അല്ലെങ്കിൽ പാറ്റേണിങ് എന്ന് പറയുന്നത്. ദെൻ ഫൈനൽ സ്റ്റേജ് ആണ് എന്ത്, എച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ. സോ സബ്സ്ട്രേറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊണ്ടുവരുന്നത്. എച്ചിങ് ഈസ് യൂസ്ഡ് ഇൻ മൈക്രോ ഫാബ്രിക്കേഷൻ ടു കെമിക്കലി റിമൂവ് ദ ലെയേഴ്സ് ഫ്രം ദ സർഫസ് ഓഫ് വേഫർ ഡ്യൂറിങ് മാനുഫാക്ചറിങ്. സോ മാനുഫാക്ചറിങ് ടൈമിൽ അവസാനം അതിൻ്റെ മുകളിൽ കെമിക്കലി ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുന്നതാണ്. ആൻഡ് എച്ചിങ് ഈസ് ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് മൊഡ്യൂൾ ആൻഡ് എവറി വേഫർ അണ്ടർഗോസ് മെനി എച്ചിങ് സ്റ്റെപ്സ് ബിഫോർ ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ആൻഡ് ഫോർ മെനി എച്ച് സ്റ്റെപ്സ് പാർട്ട് ഓഫ് ദ വേഫർ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ എച്ച് ബൈ മാസ്കിംഗ് മെറ്റീരിയൽ വിച്ച് റെസിസ്റ്റ് എച്ചിങ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാസ്ക് മെറ്റീരിയലൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ സം കേസസ് ദ മാസ്ക് മെറ്റീരിയൽ ഈസ് എ ഫോട്ടോ റെസിസ്റ്റ് which has been patterned using photolithography. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ അതിനെയാണ് ഒഴിവാക്കി കളയുന്നുണ്ടായിരിക്കുക. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് കൂടെ കാണാം ആ ഫോട്ടോ റെസിസ്റ്റ് ആ ഒരു പ്രോസസ്സ് പോലെ കാണിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടുന്ന് ഒഴിവായി പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ അവിടുന്ന് പോയി കിട്ടും. ഓക്കെ. Then other situations require a more durable mask such as silicon nitride. ചില കേസിൽ നമുക്ക് കുറച്ചും ഡ്യൂറബിൾ ആയിട്ടുള്ള മാസ്കുകൾ വേണ്ടി വരാം, സിലിക്കൺ നൈട്രൈഡ് ഒക്കെ പോലത്തെ. Then okay, and if the etch is intended to make a cavity in a material, cavity ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ the depth of the cavity may be controlled approximately using the etching time and non etch rate. ടൈമും എച്ച് റേറ്റും കൺട്രോൾ ചെയ്ത് നമുക്ക് ആ ക്യാവിറ്റിയുടെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. Okay. Then more often though, etching must entirely remove the top layer of a multi-layer structure without damaging the underlying or masking layers. താഴത്തെ ഇതിനെ ബാധിക്കാനും മേലത്തെ ലെയർ റിമൂവ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ. The etching system's ability to do this depend on the ratio of etch rays in the two materials. Selectivity എന്ന് പറയും അതിന്, രണ്ട് ഇതിലുള്ള സെലക്ടിവിറ്റി എന്നുള്ള രീതി നമുക്ക് പറയാം. ആൻഡ് സം എച്ചസ് ഞാൻ വേറെ അടുത്ത ഡയഗ്രായിട്ട് കാണിക്കാം. സോ സം എച്ചസ് അണ്ടർഗ്രഡ് ദ മാസ്കിംഗ് ലെയർ ആൻഡ് ഫോം ക്യാവിറ്റീസ് വിത്ത് സ്ലോപ്പിംഗ് സൈഡ് വോൾസ്. സോ ചിലതിൽ ഒരു സ്ലോപ്പിംഗ് സൈഡ് വോൾസ് ഉണ്ടായിരിക്കും. ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് അണ്ടർ കട്ടിംഗ് ഈസ് കോൾഡ് ബയസ്. ആൻഡ് എച്ചൻസ് വിത്ത് ലാർജ് ബയസ് ആർ കോൾഡ് ഐസോട്രോപ്പിക്. അപ്പോൾ ഐസോട്രോപ്പിക്കും അനൈസോട്രോപ്പിക്കും ഒക്കെ വരുന്നത് അതും ഡയഗ്രാം കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ. ഞാൻ അതിലേക്ക് വരാൻ ഐസോട്രോപ്പിക്. ഓക്കെ. സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് സെലക്ടിവിറ്റിയും ഐസോട്രോപ്പിയാണ്. സോ ഫസ്റ്റത്തെ ഇത് നോക്കാം. നമുക്ക് ഇവിടുത്തെ ബ്ലൂ ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കേണ്ട സാധനമാണ്. ഓക്കെ. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള മാസ്ക് ആ രീതിയിലുള്ളതാണ്. അപ്പോൾ രണ്ട് 1ഉം 2ഉം കാണുമ്പോൾ നമുക്ക് രണ്ട് ഡിഫറൻസുകൾ കാണാം.
ബ്ലൂ ലെയർ ഇവിടെ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ വണ്ണിൽ, മറ്റോടത്ത് ബ്ലൂ ലെയറിലോട്ട് ഇറങ്ങിയിട്ടില്ല. സോ വൺ എന്ന് പറഞ്ഞാൽ എന്താ, പുവർലി സെൻസിറ്റീവ് ആണ്, പുവർലി സെലക്റ്റീവ് ആണ്, എച്ച് വിച്ച് റിമൂവ്സ് ദ ടോപ്പ് ലെയർ ബട്ട് ഓൾസോ അറ്റാക്സ് ദ അണ്ടർലൈൻ മെറ്റീരിയൽ അല്ലേ. അണ്ടർലൈൻ മെറ്റീരിയലിന്റെ ബ്ലൂവിന്റെ കുറച്ച് പോർഷനും പോയി. മറ്റേതാണെങ്കിൽ എന്താ, ഹൈലി സെലക്റ്റീവ് വെച്ച് ആണ്, വിച്ച് ലീവ്സ് ദ അണ്ടർലൈൻ മെറ്റീരിയൽ അൺഹാംഡ്. അടിയിലത്തെ ആൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അയാൾ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സെലക്ടിവിറ്റി. നൗ കമ്മിങ് ടു ഐസോട്രോപ്പി. നമുക്ക് ഇവിടെ റെഡ് എന്ന് പറയുന്ന മാസ്കിംഗ് ലെയറും യെല്ലോ എന്ന് പറയുന്നത് നമ്മളുടെ അവിടെ നിൽക്കേണ്ട എന്താ പറയുക, റിമൂവ് ചെയ്യേണ്ട ലെയറുമാണ്. സോ പെർഫെക്റ്റ്ലി ഐസോട്രോപ്പിക് എച്ച് പ്രൊഡ്യൂസസ് റൗണ്ട് സൈഡ് വോൾസ്. ഇതിലത്തെ പോലെ റൗണ്ട് ആയിട്ടുള്ള സൈഡ് വോൾസ് ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഐസോട്രോപ്പിക് എന്നാണ് പറയുക. അല്ല ഇങ്ങനത്തെ വെർട്ടിക്കൽ ആയിട്ടുള്ള പെർഫെക്റ്റ്ലി അനൈസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് വെർട്ടിക്കൽ സൈഡ് വോൾസ്, ഇങ്ങനത്തെ വെർട്ടിക്കൽ ആയിട്ടുള്ള സൈഡ് വോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഐസോട്രോപ്പിക്കും അനൈസോട്രോപ്പിക്കും ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ബേസിക്കലി ഇതിന് ഉപയോഗിക്കുന്ന കുറച്ച് ടേംസും കാര്യങ്ങളാണ്. ഒരുപാട് ഡീറ്റെയിലോട്ട് നമ്മൾ പോകുന്നില്ല, എന്നാലും സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സെലക്ടിവിറ്റി എന്താ, ഐസോട്രോപ്പി എന്താന്നുള്ളത്. ദെൻ വി ഹാവ് വെറ്റ് എച്ചിങ് ആൻഡ് ഡ്രൈ എച്ചിങ്. രണ്ട് ടൈപ്പുകളുണ്ട്. സോ വെറ്റ് എച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പിംഗ് സബ്സ്ട്രേറ്റ് ഇൻ ടു കെമിക്കൽ സൊല്യൂഷൻ ദാറ്റ് സെലക്റ്റീവ്ലി റിമൂവ്സ് ദ മെറ്റീരിയൽ ആൻഡ് ദിസ് പ്രോസസ് പ്രൊവൈഡ്സ് ഗുഡ് സെലക്ടിവിറ്റി. അപ്പോൾ ഒരു എന്താ മെറ്റീരിയലേക്ക് കെമിക്കൽ സൊല്യൂഷനിലോട്ട് നമ്മൾ മുക്കിയിട്ടാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് വെറ്റ് എന്ന് പറയുന്നു. ഈ ഡ്രൈ എച്ചിങ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഇസ് സ്പോട്ടഡ് ഓർ ഡിസോൾവ് ഫ്രം ദ സബ്സ്ട്രേറ്റ് വിത്ത് പ്ലാസ്മ ഓർ ഗ്യാസ് വേരിയേഷൻ. പ്ലാസ്മ അല്ലെങ്കിൽ ഗ്യാസ് വേരിയേഷൻസ് ഉപയോഗിച്ചിട്ട് ഡിസോൾവ് ചെയ്ത് കളയുന്നതാണ് ഡ്രൈ എച്ചിങ്. സോ ഡ്രൈ എച്ചിങ്ങിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. ഓരോ സ്റ്റേജ് കുറച്ചും ഡീറ്റെയിൽ ആയിട്ടാണ്. അപ്പോൾ ആദ്യം വേഫർ പ്രിപ്പയർ ചെയ്യാണ്, സബ്സ്ട്രേറ്റ്, അതിൻ്റെ മുകളിൽ ഓക്സൈഡ് ലെയർ, ഫിലിം ലെയർ ഡെപ്പോസിറ്റ് ചെയ്തു. ദെൻ ഫോട്ടോ റെസിസ്റ്റ്, PR എന്ന് പറഞ്ഞാൽ ഫോട്ടോ റെസിസ്റ്റ് ആണ്, അപ്ലൈ ഫോട്ടോ റെസിസ്റ്റ്. ദെൻ അലൈൻ ഫോട്ടോ മാസ്ക് അതിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചു. നമ്മളുടെ എന്താ പറയുക, രണ്ട് റീജിയൻസ് ഉണ്ടല്ലോ, ട്രാൻസ്പാരൻറ്റും മറ്റേതായിട്ടുള്ളത്. ദെൻ എക്സ്പോസ് ടു അൾട്രാ വയലറ്റ് റൈറ്റ്. അപ്പോൾ അൾട്രാ വയലറ്റ് റൈറ്റ് കടത്തി വിട്ടു, ഫോട്ടോ റെസിസ്റ്റിൻ്റെ ഇവിടേക്ക് മാത്രം വരുന്നു, മറ്റേ ഭാഗം ഇതായി പോകുന്നു. ദെൻ ഡെവലപ്പ് ദോ റിമൂവ് ദ ഫോട്ടോ റെസിസ്റ്റ് എക്സ്പോസ് ടു അൾട്രാ വയലറ്റ് റൈറ്റ്. ഇപ്പോൾ മറ്റേ ഭാഗം പോയി കിട്ടി ഫോട്ടോ റെസിസ്റ്റിൻ്റെ. ഇപ്പോൾ ഈ ഒരു നമ്മളുടെ എന്താ പറയുക പാറ്റേൺ അവിടെ വന്നു. ദെൻ എച്ച് എക്സ്പോസ്ഡ് ഓക്സൈഡിലേക്ക് എച്ചിങ് കൊടുന്നു താഴേക്ക്. ദെൻ റിമൂവ് ദ റിമൂവിങ് ഫോട്ടോ റെസിസ്റ്റ്. അപ്പോൾ ആവശ്യമില്ലാത്ത ആളിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു, ഡ്രൈ എച്ചിങ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഡ്രൈ എച്ചിങ് മൊത്തം സ്റ്റേജസ് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇത്രയാണ് ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് ഫാബ്രിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളതിൽ തൽക്കാലം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത മൈക്രോ മെഷീനിങ് ഡിസ്കസ് ചെയ്യാം. അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, സർഫസ് മൈക്രോ മെഷീനിങ്ങും ബൾക്ക് മൈക്രോ മെഷീനിങ് വരുന്നുണ്ട്. സോ ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.